ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ വണ്ടിയാണ് മാരുതി 800. ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു 5 വർഷമാകാൻ പോകുന്നു. ഇപ്പം റീടെസ്റ്റിന് സമയമായി. വണ്ടി എടുക്കാത്തതുകൊണ്ട് കുറച്ച് പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് അകത്ത്. മഴ സമയമല്ലേ, അതുകൊണ്ട് നമുക്കിന്ന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ സാധാ ബ്രേക്കിംഗ് സിസ്റ്റം മാറ്റിയിട്ട് ബ്രേക്ക് ബൂസ്റ്റർ സെറ്റ് ചെയ്യുക. അത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആൾട്ടോ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ പഴയ ബ്രേക്കിൻ്റെ സിസ്റ്റം നമുക്കൊന്ന് മാറ്റിക്കളയാം. ഓക്കെ, ഇതാണ് പഴയ സിസ്റ്റം. ഇത് നമുക്ക് ഇളക്കുന്നത് ഇതുപോലത്തെ 4 പൈപ്പുണ്ട്. 2 ഈ സൈഡിലും 2 അടിയിലാണ് വരുന്നത്. ഇതിങ്ങനെ ഇളക്കണം. ഇതേപോലെ എല്ലാ ഇതും ഇളക്കിയിട്ട് നമുക്ക് നോക്കാം. ഫ്ലൂയിഡ് താഴെ ഈ ബോഡിയിലൊന്നും വീഴാതെ നോക്കണം. കാരണം ബോഡി വീഴുന്നു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കപ്പ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ച് വയ്ക്കണം. കാരണം അടിയിൽ ഈ AC കംപ്രസറാണ് വരുന്നത്. കംപ്രസറിനകത്ത് ഫ്ലൂയിഡ് വീഴുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് അഴിക്കാനുള്ള. ഇത് ഓൾറെഡി ഇതിൻ്റെ ബൂസ്റ്റർ കംപ്ലൈൻ്റ് ആണ്, ലീക്കുണ്ട്. ഈ പെഡലിൻ്റെ അവിടെ കുറച്ച് ലീക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചത്. അതുപോലെ ബ്രേക്ക് അത്ര ഇതല്ല, മഴയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി ഓട്ടിക്കാൻ. അതുകൊണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് വിടാതെ നോക്കിയതാണ്, പക്ഷേ കപ്പ് കൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ കോട്ടൺ നല്ല കട്ടിയുള്ള തുണി കംപ്രസറിനകത്ത് വെച്ചിട്ടുണ്ട് ഇറക്കി. ഇതാണ് ബ്രേക്ക് ബൂസ്റ്റർ ഇളക്കാനുള്ള 4 നട്ടുകൾ. ഇവിടെ 2 കാണുന്ന പോലെ തന്നെ അപ്പുറ സൈഡ് 2 ഉണ്ട്. ഈ 4 ഇളക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇളകി വരും. ഇതിങ്ങനെ ഇളക്കിയിട്ടാണ് ഇപ്പോൾ ഇളകി വന്നത്. ഇതാണ് വണ്ടിക്കകത്തിരുന്നത്. പിന്നെ ഇതിനകത്ത് കണ്ടോ, ചെളിയാണിത്, കുറേ അഴുക്കുണ്ട്. ഇത് വർഷങ്ങളായി. ഇതാണ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ആൾട്ടോ വന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. ഇത് കുറച്ച് വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കിയിട്ട് നോക്കാം. ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാം. വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടൊക്കെ ഉണ്ട്. കാരണം കുറച്ച് സൈഡിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ടുണ്ട്. അപ്പുറൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി ലെവൽ ചെയ്തിട്ട് വേണം കയറ്റാൻ. പിന്നെ ബാക്ക് ബൂസ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ എയർ ഫിൽറ്റർ ഇളക്കേണ്ടി വരും. എയർ ഫിൽറ്റർ ഇളക്കിയാലേ വയ്ക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് സൈസുണ്ട് ബൂസ്റ്റർ. എയർ ഫിൽറ്റർ ഇളക്കി നമുക്ക് നോക്കാം. എയർ ഫിൽറ്റർ ഇളക്കാൻ വേണ്ടി 2 നട്ടാണുള്ളത്. ഒന്ന് ഇതും അപ്പുറത്തത് ബോൾട്ടാണ്. ഇതാണ്. ഇതും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ഇളകി വരും. ഇളക്കി നോക്കാം. ഈ 2 ഓസും വിടിയിക്കണം. ഈ ഓസ് വിടിയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്, പൊക്കിയെടുത്താൽ മാത്രം മതി. ഇത് എൻ്റെ രീതിയിലുള്ള കുറച്ച് ആൾട്രേഷൻ വർക്കുകളൊക്കെ ഉണ്ട്. കാരണം ഫിൽറ്ററൊക്കെ അല്ലാതെ കാർബിൽ തന്നെ വച്ചിട്ടുണ്ട്. ഇത് ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ പെഡലിൻ്റെ അവിടെ വരുന്ന ലോക്കാണ്. ഇതിട്ടിട്ട് വേണം നമുക്ക് ചവിട്ടാൻ പറ്റും, പെഡൽ ലോക്ക് ചെയ്യാൻ പറ്റൂ. ആദ്യം അത് നേരെ ഇടുക. ഇട്ടിട്ട് ഒരു പിന്നുണ്ട്, പിന്നും അപ്പുറത്തേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ പെഡലിൻ്റെ ഉള്ള ഇതായി ഇവിടെയുള്ള ജോലി തീർന്നു. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ 4 നട്ടുണ്ട്. 4 നട്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇടുക. പിന്നെ പൈപ്പുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ പൈപ്പുകൾ 4 സെറ്റ് ചെയ്യണം. കാരണം പൈപ്പുകൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പഴയ ബൂസ്റ്ററിൻ്റെ നീളം കുറവായതുകൊണ്ട് സെറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. നീളം കുറച്ച് നീളം വെച്ചതുകൊണ്ട് നമുക്ക് പൈപ്പ് ഒന്ന് ബെൻഡ് ഇടേണ്ടി വരുന്നു. അടിയിലുള്ള പൈപ്പൊക്കെ ഒന്ന് ബെൻഡ് ചെയ്താണ് ഇട്ടത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം സെറ്റ് ചെയ്ത് നമ്മൾ ബ്ലാക്ക് ഫ്ലൂയിഡൊക്കെ വീത്തിയിട്ടുണ്ട്. എന്നിട്ട് പമ്പ് ചെയ്ത് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാം ഓക്കെയാണ്, സെറ്റായി.